ഹായ് മക്കളെ, ഇനി നമുക്ക് 29ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 29th ക്വസ്റ്റ്യന് 3D ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ചും കൂടി ഈസി ആയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറഞ്ഞാൽ ലെറ്റ് ദ ലൈൻ ഓഫ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ L1 ഈക്വൽ ടു R bar. L1 is R bar equal to I plus 2j plus 3k plus lambda into I minus j plus k. And L2 equal to L2 is R bar equal to 4I plus yj plus 6k plus mu into I plus j minus k. Intersect L1 and L2 at P and Q respectively. If alpha, beta, gamma is the midpoint of the line segment PQ, then 2 into alpha plus beta plus gamma. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യനെ മുമ്പത്തെ ഏതോ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഏത് ഷിഫ്റ്റ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇനി ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചാൽ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ വീണ്ടും ജെയ് മെയിൻ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് വായിച്ചു നോക്കുക. എന്താ പറയുന്നത്? ലൈൻ ഓഫ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, രണ്ട് ലൈൻ ഉണ്ട്. ഏതൊക്കെ രണ്ട് ലൈന്? ഒരു ലൈന് ഇതാണെന്ന് വിചാരിക്കും, മറ്റേ ലൈൻ ഇതാണെന്ന് വിചാരിക്കും. ഫസ്റ്റ് ലൈൻ ആരാ? R bar equal to ആരാ? I plus 2j plus 3k plus lambda into I minus j plus k അല്ലേ? അടുത്ത ലൈൻ ഏതാ? R bar equal to ആരാ? 4i plus 5j plus 6k plus mu into I plus j minus k അല്ലെ? ഇവിടെ പറയുന്നത് എന്താ? ദ ലൈൻ ഓഫ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ L1 ആൻഡ് L2. ആടാ, L1ഉം L2ഉം തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് അത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആവണ്ടേ? അപ്പൊ ഇവ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ല ആ ലൈൻ എന്ന് പറഞ്ഞാല് അതെന്താന്ന് പറഞ്ഞുകൊണ്ട് P ആൻഡ് Q ആണ്. ഇന്റർസെക്ട് L1 ആൻഡ് L2 എത്രയാണ്? P ആൻഡ് Q ആണ്. സോ ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ലൈന് L1നെ P എന്ന പോയിന്റിലും L2നെ Q എന്ന പോയിന്റിലും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? നമുക്കറിയാം. ഇനി എന്താ? ഈ PQ എന്ന ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് ആൽഫ, ബീറ്റ, ഗാമ എങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2 into ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ. അപ്പൊ അവിടെ ആരെ കാണണം മക്കളെ? ആൽഫയും ബീറ്റയും ഗാമയും കാണണ്ടേ അല്ലെ? ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറഞ്ഞാല് ഈ രണ്ട് പോയിന്റിന് മിഡ് പോയിന്റ് അല്ലേ? അപ്പൊ ആദ്യം ആരെ കാണണം? ഈ P എന്ന പോയിന്റും Q എന്ന പോയിന്റും കാണണ്ടേ അല്ലെ? ആ P എന്ന പോയിന്റും Q എന്ന പോയിന്റും കിട്ടിയാൽ മാത്രമല്ലേ അതിന് മിഡ് പോയിന്റ് കിട്ടുള്ളൂ, ബൈ യൂസിങ് മിഡ് പോയിന്റ് ഫോർമുല അല്ലെ? അപ്പൊ ആദ്യം ആരെ കാണണം? Pനെയും കാണണം, Qനെയും കാണണം. എങ്ങനെ കാണാം? ഒന്ന് ചിന്തിച്ചു നോക്കുക എല്ലാവരും. എങ്ങനെയാണ് ആ ക്വസ്റ്റ്യന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക? ഞാൻ ഇതൊന്ന് കോപ്പി എടുക്കുക. യെസ്, ഞാൻ ഇവിടെ ഒരു പേസ്റ്റ് കൊടുക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ? സോ നമുക്ക് കാണേണ്ടത് അറിയാം. നമുക്ക് കാണേണ്ടത് ആൽഫ കോമ ബീറ്റ കോമ ഗാമയാണ്. ആൽഫ കോമ ബീറ്റ കോമ ഗാമ കിട്ടുന്ന ആര് വേണം? പിയും വേണം, ക്യൂവും വേണം. എങ്ങനെയാ പിയും ക്യൂവും കാണാം? ആദ്യമായിട്ട് ഈ P എന്ന് പറഞ്ഞാൽ ഈ ലൈനിലെ പോയിന്റ് അല്ലേ? അപ്പൊ ആ ലൈനിലെ പോയിന്റ് ആകുമ്പോൾ ആ ലൈനിന്റെ ജനറൽ പോയിന്റ് എടുത്താൽ പോരെ? അതിന്റെ ജനറൽ പോയിന്റ് എന്താ വരിക? നമുക്കറിയാം, ആ പോയിന്റിന്റെ അല്ലെങ്കിൽ ആ ലൈനിന്റെ ജനറൽ പോയിന്റ് എന്താ? ആദ്യം 1 പ്ലസ് ലാംഡ 1 അല്ലേ? 1 പ്ലസ് ലാംഡ. ഇത് നിങ്ങൾക്ക് അറിയാന്ന് വിചാരിക്കുന്നു. 1 പ്ലസ് ലാംഡ. y എന്താ വരിക? ഇത് 2 അല്ലേ? 2 പ്ലസ് ലാംഡ ഇൻറ്റു -1 അല്ലേ? എന്താ വരിക? 2 മൈനസ് ലാംഡ. അടുത്തോ ഇത് 3 അല്ലേ? സോ 3 ഇൻറ്റു ലാംഡ പ്ലസ് ലാംഡ ഇൻറ്റു 1 അല്ലേ? അപ്പൊ എന്താ വരിക? 3 പ്ലസ് ലാംഡ. സോ ആ പോയിന്റ് ആരാ? 1 പ്ലസ് ലാംഡ, 2 മൈനസ് ലാംഡ, 3 പ്ലസ് ലാംഡ. അങ്ങനെയെങ്കിലേ അവിടെ ഈ പോയിന്റ് കിട്ടാൻ ഇനി ആരെ കണ്ടുപിടിച്ചാൽ മതി? ലാംഡയെ കണ്ടുപിടിച്ചാൽ പോരെ? പരിപാടി കഴിഞ്ഞില്ലേ? ലാംഡ കിട്ടണം. അതേപോലെ ഈ പോയിന്റ് ഏതാ? ഈ പോയിന്റ് ഈ ലൈനിലെ പോയിന്റ് അല്ലേ? സോ ആ ലൈനിന്റെ ജനറൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ അല്ലെങ്കിൽ ജനറൽ പോയിന്റ് അല്ലേ വരിക? എന്താ ആ പോയിന്റ് വരിക? ജനറൽ പോയിന്റ് നമുക്കറിയാം. ഇത് 4 ആണ്. ഇത് mu ഇൻറ്റു 1 അല്ലേ? അപ്പൊ എന്താ വരിക? 4 പ്ലസ് mu. അടുത്തെന്താ? ഇത് 5j അല്ലേ? ഇവിടെ എന്താ? mu j അല്ലേ വരിക? അപ്പൊ എന്താ? 5 പ്ലസ് mu. ഇത് 6k അല്ലേ? ഇവിടെ മൈനസ് mu k അല്ലേ വരിക? അപ്പൊ എന്താ? 6 മൈനസ് mu. ആ പോയിന്റ് കിട്ടി. ഇനി ആ പോയിന്റ് കിട്ടാൻ അവിടെ ആര് മതി? മ്യൂ മതി അല്ലെ? അപ്പൊ ഇനി നമ്മൾ ലക്ഷ്യം എന്തായിട്ട് കൺവേർട്ടഡ് ആയി? മ്യൂവും കാണാം, ലാംഡയും കാണാം. ലാംഡ കണ്ടാൽ ഈ പോയിന്റ് കിട്ടി, മ്യൂ കണ്ടാൽ ഈ പോയിന്റ് കിട്ടി. ആ രണ്ട് പോയിന്റ് കിട്ടിയാൽ മിഡ് പോയിന്റ് കിട്ടാൻ മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്താൽ മതി. ഇനി എങ്ങനെയാ ആ പോയിന്റ് കാണാം? ആദ്യമായിട്ട് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്നെങ്കിൽ റേഷ്യോ മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ വെക്ടർ മെത്തേഡ് ഉണ്ട്. ഞാൻ വെക്ടർ മെത്തേഡിൽ പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ റേഷ്യോ മെത്തേഡിലും പോവാം. ഓക്കെ, സോ ഞാൻ എന്തായാലും വെക്ടർ മെത്തേഡിൽ പോവാണ്. വെക്ടറാലും റേഷ്യോയിലും സെയിം കൺസെപ്റ്റ് ആണ്, ഒന്നുമില്ല. എടാ ഞാനേ ഈ PQ ബാർ എന്ന വെക്ടർ എന്താ വരിക? എടാ PQ ബാർ എന്ന വെക്ടർ നമുക്കറിയാം ഈ ലൈനും പെർപെൻഡിക്കുലർ ആയ വെക്ടർ അല്ലേ?
അല്ലെ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആകുമ്പോൾ എന്താ, രണ്ട് ലൈനും പെർപെൻഡിക്കുലർ ആവണ്ടേ? സോ പി ക്യൂ ബാർ എന്ന് പറഞ്ഞ വെക്ടർ എന്താ, ഈ ലൈനും പെർപെൻഡിക്കുലർ ആണ്. എന്താ വരിക നമുക്കറിയാം, വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ് എന്താ, x2 മൈനസ് x1i പ്ലസ് y2 മൈനസ് y1j പ്ലസ് z2 മൈനസ് 1k അല്ലേ? എന്താ വരിക നമുക്കറിയാം, എടാ x2 മൈനസ് x1i. അപ്പൊ എന്താ വരിക, 4 പ്ലസ് മ്യൂ മൈനസ് 1 പ്ലസ് ലാംഡ. 4 മൈനസ് 1 3 അല്ലേ വരിക? സോ 3 പ്ലസ് മ്യൂ മൈനസ് ലാംഡ i. Then y2 minus y1j. അപ്പൊ എന്താ വരിക, 5 പ്ലസ് മ്യൂ മൈനസ് 2 മൈനസ് ലാംഡ. 5 മൈനസ് 2 3 ആ വരിക. Then മ്യൂ പ്ലസ് അല്ല വരിക, യെസ് 5 മൈനസ് 2 3 ആ വരിക. Then മ്യൂ മൈനസ് ലാംഡ, മ്യൂ പ്ലസ് ലാംഡ ജെ പ്ലസ് പിന്നെന്താ വരിക, 6 മൈനസ് 3 അല്ലേ, അത് 3 അല്ലേ വരിക. Then മൈനസ് മ്യൂ മൈനസ് ലാംഡ അല്ലേ വരിക. അപ്പൊ ഇതാണ് നമ്മുടെ ഈ പി ക്യൂ ബാർ എന്ന വെക്ടർ അല്ലെ? പി ക്യൂ ബാർ എന്ന വെക്ടർ കിട്ടി. നമുക്കറിയാം പി ക്യൂ ബാർ എന്ന് പറഞ്ഞാലേ ഇതാ ഈ കാണുന്ന ലൈനും പെർപെൻഡിക്കുലർ അല്ലെ? അതേപോലെ എടാ ഈ കാണുന്ന ലൈനും പെർപെൻഡിക്കുലർ അല്ല വേറൊരു വെക്ടർ നിങ്ങൾ പറ. എടാ ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ പാരലൽ വെക്ടർ അല്ലേ? അതേപോലെ ഇതോ ഇതിന്റെ പാരലൽ വെക്ടർ അല്ലേ? രണ്ടും ക്രോസ് ചെയ്താ എടാ ഈ കാണുന്ന ആള് ഈ ലൈനിന്റെ പാരലൽ വെക്ടർ ആണ് അല്ലെ? അതേപോലെ ഈ കാണുന്ന ആളോ ഈ ലൈനിന്റെ പാരലൽ വെക്ടർ അല്ലേ? അത് രണ്ടും ക്രോസ് ചെയ്താലും ആ രണ്ട് ലൈനിന്റെയും പെർപെൻഡിക്കുലർ വെക്ടർ കിട്ടുക. നമുക്കറിയാം എനെയും ബിനെയും ക്രോസ് ചെയ്താൽ ആ വെക്ടർ എക്കും ബിക്കും പെർപെൻഡിക്കുലർ അല്ലേ? സോ ഞാൻ രണ്ടുപേരെ ക്രോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആരൊക്കെയാ? ഒന്ന് ഇയാള്, അതാരാ? അതിന് ഞാൻ എ എന്ന് എടുത്താല്, സപ്പോസ് എ എന്ന് എടുത്തു വിചാരിക്കും, അതാരാ? i മൈനസ് ജെ പ്ലസ് കെ അല്ലേ? ഇത് A1 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് A2. അപ്പൊ A2 ആരാ? i പ്ലസ് ജെ മൈനസ് കെ അല്ലേ? രണ്ട് ക്രോസ് ചെയ്യാ, എന്താ വരിക? A1 ക്രോസ് A2 എന്താ വരിക മക്കളെ? i j k. ഫസ്റ്റ് A1 ആണ് കോഎഫിഷ്യൻസ് ചെയ്ത 1 മൈനസ് 1 മൈനസ് 1 1 മൈനസ് 1 മൈനസ് 1. പിന്നെ A2 ആണ് കോഎഫിഷ്യൻസ് ചെയ്ത 1 1 മൈനസ് 1 1 1 മൈനസ് 1 അല്ലെ? ഡിറ്റർമിനന്റ് കാണുമ്പോൾ എന്ത് ചെയ്യുക? i ഇൻറ്റു 1 മൈനസ് മൈനസ് 1 അല്ലെ? i ഇൻറ്റു 1 മൈനസ് മൈനസ് 1. ദെൻ മൈനസ് ജെ ഇൻറ്റു എന്താ വരിക? മൈനസ് ജെ ഇൻറ്റു, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. i മൈനസ് ജെ പ്ലസ് കെ ആണ്. i മൈനസ് ജെ പ്ലസ് കെ, അപ്പൊ ഇത് 1 വരും. ഓക്കെ, അതായത് ഇത് i മൈനസ് ജെ പ്ലസ് കെ അല്ലേ? അപ്പൊ എന്ത് വരും? 1 മൈനസ് 1 1 ആണ്, ഇത് 1 1 മൈനസ് 1 ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുക. i ഇൻറ്റു 1 മൈനസ് 1 മൈനസ് ജെ ഇൻറ്റു മൈനസ് 1 മൈനസ് 1 പ്ലസ് കെ ഇൻറ്റു 1 പ്ലസ് 1 എന്ത് വരും? ഇത് 0 ആയി അല്ലെ? ദെൻ മൈനസ് 2 മൈനസ് 2j പ്ലസ് 2k അല്ലെ? അതായത് ഇതിന്റെ പാരലൽ വെക്ടറും ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ വെക്ടർ ആണ് 2j പ്ലസ് 2k. ആ വെക്ടറിന്റെ പ്രത്യേകത എന്താ? എടാ രണ്ടും ക്രോസ് എന്ന് പറഞ്ഞാല് ആ വെക്ടർ ഞാൻ ഇങ്ങനെ വെച്ചാൽ അത് ഈ രണ്ടിനും പെർപെൻഡിക്കുലർ ആവൂലേ അല്ലെ? രണ്ട് വെക്ടർ ക്രോസ് ചെയ്താൽ രണ്ട് വെക്ടറിനും പെർപെൻഡിക്കുലർ. അപ്പൊ ഇതിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ വെക്ടർ ആണെന്ത്? നമ്മൾ b1 പ്ലസ് b2. അങ്ങനെയെങ്കിലാടാ ഈ വെക്ടറും പരസ്പരം പാരലൽ ആവൂലേ? ആകും. പരസ്പരം പാരലൽ ആവുന്ന കണ്ടീഷൻ എന്താ? അവയുടെ റേഷ്യോ സെയിം ആവണ്ടേ അല്ലെ? രണ്ട് വെക്ടേഴ്സ് പരസ്പരം പാരലൽ ആയാൽ അവയുടെ റേഷ്യോ സെയിം ആവണം. അപ്പൊ എന്താണ്? ഇതിന്റെ റേഷ്യോ സെയിം ആവണം. എങ്ങനെ എടുക്കുക? ഫസ്റ്റ് വെക്ടർ ഏതാ? നമ്മുടെ വെക്ടർ ആരായിരുന്നു? ഇതാ ഈ കാണുന്ന പി ക്യൂ ബാർ. ഞാൻ എഴുതാ പി ക്യൂ ബാർ. ആരാ പി ക്യൂ ബാർ വരിക? 3 പ്ലസ് മ്യൂ മൈനസ് ലാംഡ i. 3 പ്ലസ് മ്യൂ മൈനസ് ലാംഡ i പ്ലസ് അടുത്ത ആര് വരിക? 3 പ്ലസ് മ്യൂ പ്ലസ് ലാംഡ j. 3 പ്ലസ് മ്യൂ പ്ലസ് ലാംഡ j. അടുത്ത ആര് വരിക? 3 മൈനസ് മ്യൂ മൈനസ് ലാംഡ k. 3 മൈനസ് മ്യൂ മൈനസ് ലാംഡ k അല്ലെ? ദെൻ നമ്മുടെ പാരലൽ വെക്ടർ അടുത്ത വെക്ടർ ആരാ? 0i പ്ലസ് 2j പ്ലസ് 2k അല്ലെ? 2j പ്ലസ് 2k എന്ന് പറഞ്ഞാൽ 0i പ്ലസ് 2j പ്ലസ് 2k. ഈ രണ്ട് വെക്ടറും പാരലൽ ആയ റേഷ്യോസ് സെയിം ആവേണ്ടവരെ ഇവിടെ റേഷ്യോ എന്താ? ഇതിന്റെ റേഷ്യോ 3 പ്ലസ് മ്യൂ മൈനസ് ലാംഡ ബൈ 0. അവിടെ ബൈ 0 നോട്ട് ഡിഫൈൻ എന്ന് പറയട്ടോ, അതൊരു കൺസെപ്റ്റ് ആണ്. അതായത് നമ്മൾ ഇക്വേഷൻ ബൈ 0 നോട്ട് ഡിഫൈൻ നമുക്കറിയാം, പക്ഷെ ഇത് ഒരു റെപ്രസെന്റേഷൻ ആട്ടോ അത്. അപ്പൊ എന്താ? ഇത് ഡിവൈഡ് ബൈ 3 പ്ലസ് മ്യൂ പ്ലസ്
ലാംഡ ബൈ 2 ഈക്വൽ ആരാ 3 മൈനസ് മ്യൂ മൈനസ് ലാംഡ ബൈ 2 എന്നത് ഇവിടെ. കാരണം എന്താണ് റേഷ്യോ സെയിം ആണ്. അല്ലെങ്കിൽ നേരെ തിരിച്ചു ചെയ്താം. ഓക്കെ, അത് കൺഫ്യൂഷൻ ആണെങ്കിൽ നേരെ തിരിച്ചു ചെയ്താം. എന്താവും 0 ബൈ ഇത്. അപ്പൊ എന്താവും 0 ബൈ 3 പ്ലസ് മ്യൂ മൈനസ് ലാംഡ ഈക്വൽ ടു ആരാ ഇതേ ബൈ ഇതല്ല. അപ്പൊ എന്താവും 2 ബൈ 3 പ്ലസ് മ്യൂ പ്ലസ് ലാംഡ ഈക്വൽ ടു ആരാ 2 ബൈ ദിസ് വൺ അല്ല. അപ്പൊ എന്താവും 2 ബൈ 3 മൈനസ് മ്യൂ മൈനസ് ലാംഡ. അപ്പൊ എന്ത് എഴുതിയാലും എന്താ സെയിം ആണ്. എന്ത് എഴുതാലും സെയിം ആൻസറിലേക്ക് നമ്മൾ എത്തും. അപ്പം എങ്ങനെ എഴുതണം എന്നുള്ളത് നിങ്ങളെ ഇഷ്ടമാണ്. ഓക്കെ, സോ അങ്ങനെ എഴുതി. പക്ഷെ ഏറ്റവും ഈസി എന്ന് പറഞ്ഞാൽ 0 താഴെ വന്നാലാണ് കാൽക്കുലേഷൻ ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ഇങ്ങനെ എഴുതാ തിരിച്ചു എഴുതാന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞോളൂ. തിരിച്ചു എഴുതാം. തിരിച്ചു എഴുതാനാണ് കാൽക്കുലേഷൻ ഈസി ആക്കി മാറുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ തിരിച്ചു എഴുതി. എന്താ എഴുതാ 3 പ്ലസ് മ്യൂ മൈനസ് ലാംഡ ബൈ 0 ഈക്വൽ ടു ആരാ 3 പ്ലസ് മ്യൂ പ്ലസ് ലാംഡ ബൈ 2 ഈക്വൽ ടു ആരാ 3 മൈനസ് മ്യൂ മൈനസ് ലാംഡ ബൈ 2 ഈക്വൽ ടു ഞാൻ ഒരു കെ എന്ന് എഴുതി. കെ വേണ്ട, ഒരു പി എന്നായിക്കോട്ടെ. ഓക്കെ, അങ്ങനെയെങ്കിൽ ആദ്യം ഞാൻ ഇയാളെ രണ്ടാളെയും ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ എന്താവും 3 പ്ലസ് മ്യൂ മൈനസ് ലാംഡ ഈ 0നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആയി മാറൂലേ. അപ്പൊ എന്താവും മ്യൂ മൈനസ് ലാംഡ എന്ന് പറഞ്ഞാൽ -3 അല്ലേ വരാ. അപ്പൊ ലാംഡ എന്താ വരണ ലാംഡ വരാ മ്യൂ പ്ലസ് 3 അല്ലേ. യെസ്, ലാംഡ ഈസ് മ്യൂ പ്ലസ് 3. അത് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് എഴുതാം അല്ലെ. ലാംഡ ആരാ ഇത് ഇങ്ങോട്ട് പോയാൽ ലാംഡ ആരാ ലാംഡ ഈസ് മ്യൂ പ്ലസ് 3. എടാ ആ ലാംഡനെ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ, എല്ലായിടത്തും മൊത്തം സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ എന്താ പറയും 3 പ്ലസ് മ്യൂ പ്ലസ് ലാംഡ ആരാ മ്യൂ പ്ലസ് 3/2 അല്ലെ. ദാറ്റ് ഈക്വൽ ടു ഇവിടെ കൊടുത്താൽ എന്തായി പറയും 3 മൈനസ് മ്യൂ മൈനസ് ലാംഡാര മ്യൂ പ്ലസ് 3/2. അപ്പൊ എന്താ മാറും 3 പ്ലസ് 3 6 അല്ലേ. 6 പ്ലസ് 2 മ്യൂ ബൈ 2 ആരാ 3 പ്ലസ് 3 എഗെയിൻ ആരാ 6 അല്ലേ. 3 പ്ലസ് 3 എഗെയിൻ ആരാ 6 മൈനസ് മ്യൂ എന്താ -2 മ്യൂ ബൈ 2 അല്ലേ വരാ. എടാ 2 2 കട്ടയില്ലേ. അപ്പൊ എന്താ 6 പ്ലസ് 2 മ്യൂ ആരാ 6 മൈനസ് 2 മ്യൂ അല്ലേ. ഇതിങ്ങോട്ട് പോയാൽ എന്തായി 4 പ്ലസ് മ്യൂ ആരാ 0 അല്ലേ അല്ലെ. 4 പ്ലസ് മ്യൂ 0 ആയി മ്യൂ ആരാ. കാൽക്കുലേഷൻ എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട്. സോ അവിടെ ഒന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, സോ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണ്. നമുക്ക് ഒന്നും കൂടി നോക്കാം. എന്താ വരാ അഗെയിൻ ഞാൻ എന്ത് ചെയ്യാ മ്യൂ പ്ലസ് 3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാടോ. അപ്പൊ എന്തായി 3 പ്ലസ് മ്യൂ പ്ലസ് ലാംഡാര മ്യൂ പ്ലസ് 3/2 ഈക്വൽ പി എന്ന് കൊടുക്കാം. ഈക്വൽ പി. അപ്പൊ എന്താവും 3 പ്ലസ് 3 6 പ്ലസ് 2 മ്യൂ ആരാ ഇത് 2p അല്ലേ അല്ലെ. അപ്പൊ എന്ത് കിട്ടൂടാ 2p മൈനസ് 2 മ്യൂ ആരാ 6 അല്ലേ. അപ്പൊ p മൈനസ് മ്യൂ ആരാ 3 അല്ലേ. p മൈനസ് മ്യൂ ഈക്വൽ 3 അല്ലെ. p മൈനസ് മ്യൂ ഈക്വൽ എന്ത് കിട്ടി 3 എന്ന് കിട്ടി. അവിടെ കിടക്കട്ടെ. ഇനി മ്യൂ ആരടാ മ്യൂ ആരാ ലാംഡ -3 അല്ലേ. അത് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഓക്കെ, മ്യൂ ഈക്വൽ ടു ലാംഡ -3. ഓക്കെ, കാൽക്കുലേഷൻ മേ ബി കുറച്ചും കൂടി ഈസി ആയിരിക്കാം. നമ്മൾ ചെയ്ത് നോക്കണം എങ്ങനെ കിട്ടുക നോക്കാം. ഓക്കെ, സോ പി മൈനസ് മ്യൂ ആരാ ലാംഡ -3. ഓക്കെ, ഈക്വൽ ടു ആരാ 3. അപ്പൊ എന്ത് വരും ഇത് പി മൈനസ് ലാംഡ അല്ലേ. മൈനസ് മൈനസ് എന്താ +3 അല്ലേ. ഈക്വൽ ആരാ 3 അല്ലേ. 3 പോയാൽ പി എന്തായി പി ഈക്വൽ ടു ലാംഡ അല്ലേ. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി പി മൈനസ് മ്യൂ 3 ആന്ന് കിട്ടി. പി ഈക്വൽ ലാംഡ എന്ന് കിട്ടി. അത്രയും കിട്ടി. ഓക്കെ, ഇനി അവസാനമായിട്ട് ഇവിടെ എടുക്കാൻ ബാക്കിയുള്ളത് ഇയാളെ മാത്രല്ലേ. അതെടുക്കുക. എന്താ വരിക യെസ് 3 മൈനസ് മ്യൂ മൈനസ് ലാംഡ 3 മൈനസ് മ്യൂ മൈനസ് ലാംഡ ബൈ 2 ഈക്വൽ ടു ആരാ പി അല്ലേ. പി ആരെവിടെ ലാംഡ അല്ലേ. സോ 3 മൈനസ് ആരാണ് മ്യൂ ഇവിടെ. മ്യൂ എന്ന് പറയാം ലാംഡ -3 അല്ലേ. അതും കൊടുക്കുക ലാംഡ -3 മൈനസ് ലാംഡ ബൈ 2 എന്താ ലാംഡ അല്ലെ. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ 3 മൈനസ് ലാംഡ -3 പ്ലസ് 3 മൈനസ് ലാംഡ ഈക്വൽ 2 ലാംഡ ആയില്ലേ അല്ലെ. ഇനി എന്താ 3 പ്ലസ് 3 6 അല്ലേ. മൈനസ് ലാംഡ എന്താ -2 ലാംഡ അല്ലേ ഈക്വൽ 2 ലാംഡ. അപ്പൊ എന്ത് കിട്ടി 4 ലാംഡ ഈക്വൽ 6 അല്ലേ. ലാംഡ എന്താ 3/2 ആണ് അല്ലെ. ലാംഡ 3/2 കിട്ടിയാൽ മ്യൂ എന്താ വരിക മ്യൂ ലാംഡ -3 അല്ലേ. യൂസ് ലാംഡ -3. അപ്പൊ എന്താ മ്യൂ ഈക്വൽ ടു 3/2 -3 എന്ത് വരും -3/2.
ലാംഡ 3/2 ആണ്, മ്യൂ -3/2 ആണ്. എടാ ഇനി ആ പോയിന്റിൽ കൊടുത്താൽ ആ പോയിന്റ് കിട്ടില്ലേ? അതായത് നമ്മളെ എന്താ ശ്രദ്ധിക്ക, ഇതില് പോയിന്റുകൾ എന്തായിരുന്നു? പോയിന്റുകൾ നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചില്ലേ? ഏതൊക്കെയായിരുന്നു? ഒന്ന് 1 + ലാംഡ, 2 - ലാംഡ, 3 + ലാംഡ. 1 + ലാംഡ, 2 - ലാംഡ, 3 + ലാംഡ. ഈ പോയിന്റ് ഏതായിരുന്നു? യെസ്, നമുക്കറിയാം 4 + മ്യൂ, 5 + മ്യൂ, 6 - മ്യൂ. എടാ ആ പോയിന്റുകൾ നമുക്ക് കിട്ടൂലേ? പോയിന്റുകൾ ഏതാ? 1 + ലാംഡ, 2 - ലാംഡ, 3 + ലാംഡ. ലാംഡ കിട്ടിയല്ലോ, അപ്പൊ ഏതായിരിക്കും പോയിന്റ്? 1 + ലാംഡ, 2 - ലാംഡ, 3 + ലാംഡ. അപ്പൊ എന്ത് വരിക? 1 + ലാംഡ ആരവിടെ? 3/2. 2 - 3/2. 3 + 3/2. എന്താ 1 + 3/2 എന്താ? യെസ്, 5/2 ആണ്. 2 - 3/2 എന്താ? 4 - 3/2 വരും, 1/2 വരും. 3 + 3/2 എന്താ? 9/2 ആണ്. 5/2, 1/2 ആൻഡ് 9/2 ആണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഏതാ? രണ്ടാമത്തെ പോയിന്റ് ഇതല്ലേ? 4 + മ്യൂ, 5 + മ്യൂ, 6 - മ്യൂ. അപ്പൊ തരും 4 + മ്യൂ ആരാ? മ്യൂ നമുക്ക് കിട്ടി, എന്തിട്ട്? -3/2 അല്ലേ? സോ 4 + -3/2 4 - 3/2 അല്ലേ വരിക? Then 5 + മ്യൂ, 5 - 3/2. 6 - മ്യൂ, 6 - -3/2, 6 + 3/2 അല്ലെ? അപ്പൊ പോയിന്റ് എന്താ വരിക? 4 - 3/2, 8 - 3/2 വരും. അപ്പൊ എന്താ? 5/2 വരും. പിന്നെ 5 - 3/2 അപ്പൊ എന്താ? 10 - 3/2 തരും, 7/2 വരും. ദെൻ ഇതെന്തരും? 6 + 3/2 അപ്പൊ എന്താ? 15/2 വരും അല്ലെ? അപ്പൊ 2 പോയിന്റ് കിട്ടില്ല. ഏതൊക്കെയാ? ഒരു പോയിന്റ് ഏതാ? 5/2, 1/2 ആൻഡ് 9/2. അടുത്ത പോയിന്റോ? 5/2, 7/2 ആൻഡ് 15/2 അല്ലെ? എടാ ഈ 2 പോയിന്റുകൾ മിഡ് പോയിന്റ് ആണല്ലേ? എന്ത് യൂസ് ചെയ്യാം? മിഡ് പോയിന്റ് ഫോർമുല. x1 + x2/2, y1 + y2/2 ആൻഡ് z1 + z2/2. എന്താ വരിക? x1 + x2/2, 5/2 + 5/2/2, 5/2. y1 + y2/2 എന്ത് വരും? 1/2 + 7/2, 8/2. 4 ആണ്, 2 എന്താ? 2 ആണ്. 9/2 + 15/2, 9/2 + 15/2, 24/2 ആണ്, 12 ആണ്. അപ്പൊ 12/2 6 ആണ്. ഇതാണ് ആര് പറഞ്ഞത്? അതായത് 5/2 2 6, 5/2 2 6. ഇതാണ് ആര്? ആൽഫ, ബീറ്റ, ഗാമ. കാണേണ്ടതറിയാ? 2 × ആൽഫ + ബീറ്റ + ഗാമ എന്ത് വരും? 2 × 5/2 + 8 മൾട്ടിപ്ലൈ ചെയ്താൽ 5 + 16. ആൻസർ എന്താ? 21 എന്ന് വന്നു. സോ ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ത് കിട്ടി? കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ആൻസർ എന്താണ്? 21 ആണ്. അതാണ് ആ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്. ആക്ച്വലി സ്പീക്കിംഗ് ഒരുപാട് സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ? അതായത് വെക്ടറിന്റെ ബേസിക് ആയുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. എനിവേ അതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അവിടെ ആൻസർ എന്ത് വന്നു? 21 വന്നു. ഓക്കെ, സോ അതാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ.